Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class or the last session, we had discussed about higher order derivatives. Higher order derivatives ne patti nam last class nammal discuss cheythu. First order derivative, second order derivative, third order derivative angane higher order end derivatives ne pattiyana nammal last class or last sessions nammal discuss cheyadine pattiyulla korchu problems nammal work out cheyirunnu. Ini nammal adinte continuation aayittu thanne calculation of nth derivatives in the session ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. nth ഡെറിവേറ്റീവ് അതായത് n എന്ന് പറയുന്നത് ഏതോ ആയിക്കോട്ടെ, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഏതോ ഒരു നാച്ചുറൽ നമ്പർ ആണ് n എങ്കിൽ അങ്ങനെയുള്ള nth ഓർഡർ ഡെറിവേറ്റീവിന്റെ കാൽക്കുലേഷൻ ആണ് ചില പെർട്ടിക്കുലർ എക്സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ട് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. Consider the function y is equal to ax plus b the whole raised to m. Y എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ax plus b the whole raised to m ആണ്. Therefore, the function y is ax plus b the whole raised to m. നമുക്ക് എന്താണ് നോക്കേണ്ടത്? nth ഡെറിവേറ്റീവ് ഓഫ് y. y എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ nth ഡെറിവേറ്റീവ് n ടൈംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നാണ് നോക്കുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് റിസൾട്ട് ഇപ്രകാരം പറയാം: yn is equal, that is nth derivative of yn is equal to m factorial by m minus n the whole factorial into ax plus b the whole raised to m minus n into a raised to n. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് y എന്ന് പറയുന്ന ഫംഗ്ഷൻ ax plus b the whole raised to m ആണെങ്കിൽ അതിൻ്റെ nth ഡെറിവേറ്റീവ് ഈ തന്നിരിക്കുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ nth ഡെറിവേറ്റീവ് ഓഫ് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസ്. അതൊരു ഫംഗ്ഷനാണ് ax plus b the whole raised to m എന്ന് പറയുന്നത്. ആ ഫംഗ്ഷനെ സംബന്ധിച്ച് ആ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് ax plus b the whole raised to m എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് m factorial by m minus n factorial into ax plus b the whole raised to m minus n into a raised to n. ഇത് പ്രകാരമാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു ഇവിടെ n എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ. ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആകാം. 1 ആവാം, 2 ആവാം. 1 ആണെങ്കിൽ എന്ത് വരും? n is equal 1 ആണെങ്കിൽ it becomes the first derivative of y. n is equal 2 ആണെങ്കിൽ it becomes the second derivative of y. അങ്ങനെ n എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം, എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ അങ്ങനെ n എന്ന് പറയുന്നത് ജനറലായിട്ട് നമ്മളൊരു n എടുത്തു കഴിഞ്ഞാൽ ഇപ്രകാരമായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് ഇൻഡക്ഷൻ മെത്തേഡ് പോലെ ഇൻഡക്ഷൻ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് നമ്മളിത് പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് കൺസിഡർ ലെറ്റ് n is equal to 1. n 1 ആണെങ്കിൽ അതായത് y1 is equal to എന്തായിരിക്കും നോക്കാം. y1 is equal to ഈ ഒരു ഫംഗ്ഷനെ എന്ത് ചെയ്യാൻ പോകുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഈ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. അതായത് ax plus b എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ എന്ത് ചെയ്തിരിക്കുന്നു? പവർ റൈസ് ടു m ടൈംസ് എടുത്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ x റൈസ് ടു n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇറ്റ് ഈസ് n x റൈസ് ടു n മൈനസ് 1 ആണല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കിടക്കുന്നു? ax plus b-യും എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കിടക്കുന്നു? എമ്മും കിടക്കുന്ന വ്യത്യാസമുള്ളല്ലോ. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? ഈ തന്നിരിക്കുന്നതിനകത്ത് അപ്ലൈ ചെയ്യാം. Therefore y1 is m into ax plus b the whole raised to m minus 1 into കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാത്രമായിരുന്നു. ഇവിടെ അതിന് പകരം എന്താണ്? ax plus b. ax plus b എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ പുറത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, ഔട്ടർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുത്ത ശേഷം അതിനുശേഷം എന്ത് ചെയ്യണം? അതിനെ ഇന്നർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. Therefore ax plus b യുടെ ഡെറിവേറ്റീവ് ഈസ് a. b കോൺസ്റ്റന്റ് ആയതുകൊണ്ട് b യുടെ ഡെറിവേറ്റീവ് 0, ax-ന്റെ ഡെറിവേറ്റീവ് a. നമുക്ക് എന്ത് കിട്ടി? m ax plus b the whole raised to m minus 1 into a എന്ന് കിട്ടി. ദാറ്റ് ഈസ് എപ്പോൾ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഡെറിവേറ്റീവ് y1 കണ്ടപ്പോൾ. അങ്ങനെയാണെങ്കിൽ y2 ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് n is equal to 2 വരുമ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു m ഉണ്ട്, അതുപോലെ തന്നെ
അടുത്ത എന്താ ഉള്ളത്? എം അവിടെ കോൺസ്റ്റന്റ് ഉള്ളത്, ഞാൻ അവിടെ എഴുതി. അതിനുശേഷം എന്തുണ്ട്? എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് വൺ. ഇത് വീണ്ടും ഏത് ഫോമിലാണ്? എക്സ് റേസ് ടു എന്നിന്റെ ഫോമില. എക്സ് റേസ് ടു എൻ അല്ലെങ്കിൽ എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന്റെ ഫോമില. എന്താ എക്സ് റേസ് ടു എൻ മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ്? ഇറ്റ് ഈസ് എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ മൈനസ് വൺ. That is n minus 1 into x raised to n minus 1 is 2. Therefore, dy dx of x raised to n minus 1 is n minus 1 into x raised to n minus 2. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. That is m ഓൾറെഡി ഉണ്ടായിരുന്നു, നമ്മൾ എടുത്തെഴുതി. ബാക്കി ഇനി എന്താ ഉണ്ട്? m minus 1 into ax plus b the whole raised to m minus 1 minus 1. That is m minus 2 ഇൻറ്റു ഇവിടെ ഉണ്ടായിരുന്ന എ, പിന്നെന്താ ഉണ്ട്? എ എക്സ് പ്ലസ് ബി ഡെറിവേറ്റീവ്. അതെന്താണത്? എഗെയിൻ ഒരു എയും കൂടെ വരും. ഇത് ഈ ഫസ്റ്റ് എ ഏതാണ്? ഇവിടെ ഉണ്ടായിരുന്ന എ ഞാൻ എടുത്തെഴുതി. ഇനി എന്തുണ്ട്? എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താണ്? അതൊരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആദ്യം എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് വൺ ഡെറിവേറ്റീവ് എഴുതി. അതിനുശേഷം ഇന്നൊരു ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എഗെയിൻ എ. അപ്പോൾ ഇവിടെ എ ഇൻറ്റു എന് എനിക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ എന്ന് എഴുതാം. ഉണ്ടല്ലോ. ഇനി now we are considering a third derivative y3. y3 എന്തായിരിക്കും നോക്കാം. y3 is equal to, ഇവിടെ എമ്മും കോൺസ്റ്റന്റ് ആണ്, എം മൈനസ് വണ്ണും കോൺസ്റ്റന്റ് ആണ്. അത് രണ്ട് ഞാൻ എടുത്തെഴുതി. എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു അടുത്തന്നെ എന്താ ഉള്ളത്? എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് ടു. ദാറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ് റേസ് ടു എൻ മൈനസ് ടു. n മൈനസ് ടു എന്ന് പറയാം. എക്സ് റൈസ് ടു എൻ മൈനസ് ടു എന്ന് പറയുന്ന ഫോമിലാണ്. ഡെറിവേറ്റീവ് എന്ത് വരും? എൻ മൈനസ് ടു ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് ത്രീ. ഇവിടെ ഉള്ളതിനേക്കാൾ ഒരു സംഖ്യ കുറച്ചുകൂടെ എഴുതുക. എൻ മൈനസ് ത്രീ. ദർഫോ ഇവിടെ അങ്ങനെ വരും. അത് ദാറ്റ് ഈസ് എം മൈനസ് ടു ഇൻറ്റു എ എക്സ് പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എം മൈനസ് ത്രീ ഇൻറ്റു എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എ ഇൻറ്റു അവിടെ ഉണ്ടായിരുന്ന എ സ്ക്വയർ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫംഗ്ഷനെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ റൂൾ ചെയ്യും. ദാറ്റ് ഈസ് എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് ടുവിൻ്റെ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് എം മൈനസ് ടു ഇൻറ്റു എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് ത്രീ ഇൻറ്റു ഇന്നർ ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താണ്? എ ഇൻറ്റു ബാക്കി ഉണ്ടായിരുന്ന കോൺസ്റ്റൻ്റ് ആയ എ സ്ക്വയർ. ഹിയർ എ ഇൻറ്റു എ സ്ക്വയർ ഈസ് എ ക്യൂബ്. എ ക്യൂബ് എന്ന് എഴുതും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ പാറ്റേൺ നമുക്ക് കിട്ടിയല്ലേ? എന്താണ്? y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് വൺ ഇൻറ്റു എ. y2 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് ടു ഇൻറ്റു എ സ്ക്വയർ. y3 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എം മൈനസ് ടു ഇൻറ്റു എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് ത്രീ ഇൻറ്റു എ ക്യൂബ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വൈ എൻ എങ്ങനെ എഴുതാം? വൈ എൻ ഓർ ദ nth ഡെറിവേറ്റീവ് ഓഫ് വൈ ക്യാൻ ബി റിട്ടൺ ആസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എം മൈനസ് ടു ഇൻറ്റു എക്സെട്ര. എവിടം വരെ വരും? വൺ ആയിരുന്നപ്പോൾ എം മൈനസ് സീറോ വരെ ആയിരുന്നു അല്ലേ? എം എന്ന് പറഞ്ഞാൽ എം മൈനസ് സീറോ. y2 ആയപ്പോൾ എന്ത് വന്നു? എം ഇൻറ്റു എം മൈനസ് വണ്ണ് വരെയായി. y3 വന്നപ്പോൾ എങ്ങനെ വന്നു? എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എം മൈനസ് ടു വരെയായി. ദർഫോർ yn വരുമ്പോൾ ഇവിടെ വരെ വരും എം ഇൻറ്റു എം മൈനസ് വൺ ഇൻറ്റു എം മൈനസ് ടു ഇൻറ്റു എക്സെട്ര എം മൈനസ് ഇതിനെക്കാട്ടി ഒന്ന് കുറവ് എൻ മൈനസ് വൺ. ദാറ്റ് ഈസ് എം മൈനസ് എൻ മൈനസ് വൺ ഇൻറ്റു ബാക്കി എന്താണ്? എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എം മൈനസ് y1 ആയിരുന്നപ്പോൾ എം മൈനസ് വൺ ആയിരുന്നു. y2 ആയപ്പോൾ എം മൈനസ് ടു ആയി. y3 ആയപ്പോൾ എം മൈനസ് ത്രീ ആയി. അങ്ങനെയാണെങ്കിൽ yn ആകുമ്പോൾ എന്ത് വരും? എം മൈനസ് n വരും. ആൻഡ് ഇവിടെ എയുടെ പവർ എത്ര വരും? ഇൻറ്റു എ റൈസ് ടു y1 ആയിരുന്നപ്പോൾ എ റൈസ് ടു വൺ ആയിരുന്നു. y2 ആയപ്പോൾ എ സ്ക്വയർ ആയി. y3 വന്നപ്പോൾ എ ക്യൂബായി. അങ്ങനെയെങ്കിൽ yn വരുമ്പോൾ എ റൈസ് ടു n. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടുന്ന റിസൾട്ടിൽ ഇങ്ങനെ എത്തിച്ചേർന്നു അല്ലേ? എങ്ങനെ വന്നു?
yn is equal to m into m minus 1 into m minus 2 into etc. m minus n minus 1 into ax plus b the whole raised to m minus n into a raised to n. നമുക്ക് വേണ്ടുന്ന റിസൾട്ടിനകത്ത് കുറച്ച് ഫാക്ടോറിയൽ ടേംസ് കിടപ്പുണ്ട്. അത് ഒഴിച്ച് നോക്കിയാൽ ബാക്കിയെല്ലാം നമുക്ക് കിട്ടി അല്ലേ? എന്ത് കിട്ടി? ax plus b the whole raised to m minus n. അത് നമ്മൾ റിസൾട്ടിനകത്തുണ്ട് അല്ലേ? a raised to n അത് നമ്മൾ റിസൾട്ടിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ബാക്കി വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് m into m minus 1 into m minus 2 into etc. m minus n minus 1 അതിനെ എനിക്ക് in terms of factorial എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? It can be written as m factorial by m minus n the whole factorial. ഫാക്ടോറിയൽ നമുക്ക് ചെയ്യാനറിയാം. അപ്പോൾ എന്താ ഫാക്ടോറിയൽ? 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 into 1 അല്ലേ? 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 3 into 2 into 1 അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഫാക്ടോറിയൽ ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ m into m minus 1 into m minus 2 into etc. m minus n minus 1 can be written as m factorial into m minus n the whole factorial, and the rest can be written as such ax plus b the whole raised to m minus n into a raised to n. So നമ്മളുടെ ഫംഗ്ഷനായ y is equal to ax plus b നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ആ ഫംഗ്ഷനെ സംബന്ധിച്ച് ആ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഏത് നാച്ചുറൽ നമ്പർ 1 or 2 or 3 ഏത് നാച്ചുറൽ നമ്പറിൽ വേണ്ടാലും ആണ് ആ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് ക്യാൻ ബി സിംപ്ലി റിട്ടൺ ആസ് m factorial by m minus n factorial into ax plus b the whole raised to m minus n into a raised to n. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഡെറിവേറ്റീവ് ആണോ വേണ്ടത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെന്ന് കൊടുക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്ത് കൊടുക്കുക? എന്നിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ അതായത് എന്നിൻ്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ റിസൾട്ട് നമുക്ക് മാറി കിട്ടും. എന്താണ്? y is equal to ax plus b the whole raised to m എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ സംബന്ധിച്ച് അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ റിസൾട്ടാണ് ഈ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇഫ് y is equal to ax plus b the whole raised to m, then yn or the nth derivative of y is equal to m factorial by m minus n factorial into ax plus b the whole raised to m minus n into a raised to n. So that is the first result. ഇത് സാധാരണ പ്രൂഫായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. Let's move on to the second result. എന്താണ് സെക്കൻഡ് റിസൾട്ട്? അവിടെ ഒരു ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത് y is equal to a raised to mx. അവിടെ പുതിയൊരു ഫംഗ്ഷനാണ് y is equal to a raised to mx. നമ്മളുടെ ഇവിടുത്തെ ഫംഗ്ഷൻ ഏതായിരുന്നു? ax plus b the whole raised to m എന്നുള്ളതായിരുന്നു അല്ലേ? ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പോഴത്തെ ഫംഗ്ഷനകത്ത് ബേസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ വേരിയബിളായി എക്സ്പോണന്റ് ആയിട്ടുമാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത ഫംഗ്ഷനകത്ത് ബേസിൽ വേരിയബിളും എക്സ്പോണന്റ് കോൺസ്റ്റന്റ് വാല്യൂ എമ്മുമാണ് വന്നത് അല്ലേ? അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം. സോ നമ്മൾ ആ ഇപ്പോഴത്തെ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. y is equal to a raised to mx. y is equal to a raised to x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? y is equal to a raised to x ആണെങ്കിൽ dy by dx is equal to a raised to x into log a. ഈ റിസൾട്ട് നമുക്കറിയാം അല്ലേ? അപ്പോൾ y എന്ന് പറയുന്നത് a raised to x ആയിരുന്നുവെങ്കിൽ dy by dx is a raised to x into log a എന്ന് വരും. നമുക്കിപ്പോൾ കണ്ടുപിടിക്കുന്ന റിസൾട്ട് എന്താണ്? y is equal to a raised to mx ആണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും തേർഡ് ഡെറിവേറ്റീവ് അങ്ങനെ എന്ത് ഡെറിവേറ്റീവ് വരെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ ഫോമിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ റിസൾട്ട് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തതേ ഉള്ളൂ. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ ഏതാണ്? y is equal to a raised to mx അല്ലേ? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒന്ന് കാണാം. therefore y1 is equal to എങ്ങനെ വരും? a raised to x ഡെറിവേറ്റീവ് എന്താണ്? a raised to x into log a. അവിടെ a raised to x എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? can be written as a raised to 1x
അല്ലേ? ഇവിടെ ആ 1ന്റെ സ്ഥാനത്ത് എന്ത് വന്നേ ഉള്ളൂ? എം വന്നേ ഉള്ളൂ. സോ ഇതിന്റെ റിസൾട്ട് എ റൈസ് ടു എം എക്സ് ഇൻറ്റു ലോഗ് എ ഇൻറ്റു ഇനി എന്തോടെ വരും? ഇവിടെ എ റൈസ് ടു എം എക്സ്, അതായത് ഇതൊരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ആ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ വന്നു. അപ്പോൾ എ റൈസ് ടു എക്സ് മാത്രമായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലെ കോൺസ്റ്റന്റ് എന്തായിരുന്നു? 1 ആയിരുന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻറ്റു 1 ചെയ്തു. അതിൻ്റെ എഫക്റ്റ് അവിടെ വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞില്ല അവിടെ ഇൻറ്റു 1 കിടപ്പുണ്ടെന്ന്. പക്ഷെ ഇവിടെ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് എം ആണ്. അതുകൊണ്ട് തന്നെ ആ എമ്മിന്റെ പ്രസൻസ് എവിടെ വരും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഇവിടെ നമുക്ക് വരും. ദാറ്റ് ഈസ് എ റൈസ് ടു എം എക്സ് ഇൻറ്റു ലോഗ് എ ഇൻറ്റു ഇത് എന്തിൻ്റെ റിസൾട്ടാ? എ റൈസ് ടു എം എക്സിന് മാത്രം റിസൾട്ട്. ഇനി എന്ത് വേണം? അതിനകത്ത് എ റൈസ് ടു എക്സ് വരുന്നത് എന്ത് വന്നു? എം എക്സ് ആണ് വന്നിരിക്കുന്നത്, മറ്റൊരു ഫംഗ്ഷനാണ്. ദെർഫോർ എം എക്സിന്റെ ഡിഫറൻഷ്യലും കൊണ്ടുള്ള ഡെറിവേറ്റീവ് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ദെർഫോർ എം എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇൻറ്റു എം. മനസ്സിലായോ? സോ y1 is a raised to mx into log a into m. What about y2? Second derivative എടുക്കുന്നു. y2 is equal to y2നെ സംബന്ധിച്ച് a raised to mx അവിടെ ഉണ്ടല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? a raised ഇവിടുത്തെ പ്രത്യേകത എന്താ? y1നകത്ത് a raised to mx ഉണ്ട്, പിന്നെ എന്തുണ്ട്? log a ഉണ്ട്, m ഉണ്ട്. അപ്പോൾ ഈ y1ന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? y2 അല്ലേ? അപ്പോൾ y1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ y1നകത്ത് a raised to mx ഉണ്ട്, log a ഉണ്ട്, m ഉണ്ട്. ഇതിനകത്ത് log എയും എമ്മും എന്താണ്? കോൺസ്റ്റന്റാണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട? വേറെ ഡെറിവേറ്റീവ് ഒന്നും എടുക്കണ്ട. ജസ്റ്റ് കോൺസ്റ്റന്റ് ഇവിടെ കോൺസ്റ്റന്റ് ആ എക്സിന്റെ ടേമായിട്ട് മൾട്ടിപ്ലൈ ആയിട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊരു ഇവിടെ റിപ്പീറ്റ് ചെയ്ത് എടുത്ത് എഴുതിയാൽ മാത്രം മതി അല്ലേ? എന്തിന്റെ മാത്രം ഡെറിവേറ്റീവ് വീണ്ടും കണ്ടാൽ മതി? എ റൈസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ് മാത്രം കണ്ടാൽ മതി. സോ അങ്ങനെയെങ്കിൽ എ റൈസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എ റൈസ് ടു എം എക്സ് ഈസ് എ റൈസ് ടു എം എക്സ് ഇൻറ്റു ലോഗ് എ ഇൻറ്റു എം ഇൻറ്റു ഇത് എന്തിൻ്റെ മാത്രം ഡെറിവേറ്റീവാ? എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇനി ബാക്കി എന്ത് കിടപ്പുണ്ട്? ലോഗ് എ ഇൻറ്റു എമ്മോടെ കോൺസ്റ്റന്റ് കിടപ്പുണ്ട്. ദെർഫോർ ലോഗ് എ ഇൻറ്റു എം. ദെർഫോർ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? y2 ഈസ് എ റൈസ് ടു എം എക്സ് ഇൻറ്റു ലോഗ് എ ഇൻറ്റു ലോഗ് എ ഈസ് log a the whole square into m into m is m square. So y1 എന്ത് കിട്ടി? y1 is a raised to mx into log a into m എന്ന് കിട്ടി. y2 എന്ത് കിട്ടി? a raised to mx into log a the whole square into m square എന്ന് കിട്ടി. What about y3? y3 is equal to y3 എന്ന് പറയുന്നത് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? y2ന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ? Therefore നമുക്ക് ഇവിടെ y2 എന്ന് പറയുന്നത് എന്താണ്? a raised to mx into log a square into m square ആണ്. ഇവിടെ x ഉള്ള ടേം ഏത് മാത്രമേ ഉള്ളൂ? വീണ്ടും a raised to mx മാത്രമേ ഉള്ളൂ. log a the whole squareും m square എന്താണ്? കോൺസ്റ്റന്റ് ആണ്. So those two terms can be replaced as such, and here for finding y3 we just have to find the derivative of a raised to mx. a raised to mx ന്റെ ഡെറിവേറ്റീവ് നമുക്ക് വീണ്ടും എന്താണെന്ന് എഴുതാം? a raised to mx into log a into m എന്ന് എഴുതാം. ഇനി എന്ത് വരും? ബാക്കി രണ്ട് കോൺസ്റ്റൻസ് log a the whole square into m square. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ y3 is a raised to mx into log a square is log a the whole square into m into log a the whole cube. log a into log a the whole square. Therefore log a the whole cube. m into m square is m cube. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? y is equal to a raised to mx ആണെങ്കിൽ y1 is a raised to mx into log a into m ആണ്. y2 is a raised to mx into log a whole square into m square ആണ്. y3 is equal to a raised to mx into log a the whole cube into m cube ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് yn-നെ എങ്ങനെ എഴുതാം? Therefore yn can be written as അവിടെ എന്തുണ്ട്? മൂന്നിനകത്തും എന്തുണ്ട്? a raised to mx അതേപടി ഉണ്ട് അല്ലേ? Therefore yn-നകത്ത് നമുക്ക് എന്ത് എഴുതാം? a raised to mx എഴുതാം ഇൻറ്റു
y1 വന്നപ്പോൾ ലോഗിന്റെ ടേം എന്തായിരുന്നു? ലോഗ് എ അഥവാ ലോഗ് എ ദ ഹോൾ റേസ് ടു 1 ആയിരുന്നു. y2 വന്നപ്പോൾ ലോഗിന്റെ ടേം എങ്ങനെ ആയി? ലോഗ് എ ദ ഹോൾ സ്ക്വയർ ആയി. y3 വന്നപ്പോൾ ലോഗിന്റെ ടേം എന്തായി? ലോഗ് എ ദ ഹോൾ ക്യൂബ് ആയി. അങ്ങനെയെങ്കിൽ yn വരുമ്പോൾ ലോഗിന്റെ ടേം എങ്ങനെ വരും? ഇറ്റ് ബിക്കം ലോഗ് എ ദ ഹോൾ റേസ് ടു n. വാട്ട് അബൌട്ട് ദ ടേം ഓഫ് m? y1 വന്നപ്പോൾ എമ്മിന്റെ ടേം എന്തായിരുന്നു? m റേസ് ടു 1 അഥവാ m ആയിരുന്നു. y2 വന്നപ്പോൾ m സ്ക്വയർ ആയി. y3 വന്നപ്പോൾ m ക്യൂബ് ആയി. then what will be yn നകത്ത് എമ്മിന്റെ ടേം അപ്പോൾ എങ്ങനെ വരും? m റേസ് ടു n എന്ന് വരും. so this yn can be rearranged as m raised to n into a raised to mx into log a the whole raised to n. so നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു? എ റേസ് ടു എം എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വൈ ആയിട്ട്. അതിനകത്ത് നമ്മൾ വൈ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ്റെ എന്ത് ഡെറിവേറ്റീവ്, ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ്, ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഏത് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ ഫോർമുല, എന്ത് ഡെറിവേറ്റീവ് ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ജനറൽ ഫോർമുല നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? വൈ എൻ ഇസ് ഈക്വൽ ടു എം റേസ് ടു എൻ ഇൻറ്റു a raised to mx into log a the whole raised to n നമ്മൾ കണ്ടുപിടിച്ചു. so this is the general formula for calculating the nth derivative of the function y is equal to a raised to mx. so നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? general formula for calculating the nth derivative of the function y is equal to ax plus b the whole raised to m, and we got it as yn is equal to m factorial by m minus n factorial into ax plus b the whole raised to m minus n into a raised to n. and for the function y is equal to a raised to mx, the formula for calculating the mth derivative of the function is m raised to n into a raised to mx into log a the whole raised to n. ഇനി ഞാൻ ചോദിക്കുകയാണ്, y is equal to a raised to mx കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണെങ്കിൽ what will be the formula for calculating y is equal to e raised to mx? എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായ ഇ കൊടുക്കുന്നു. y is equal to a raised to mxന്റെ nth ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇറ്റ് ഈസ് m raised to n into a raised to mxന്റെ log a the whole raised to n എന്നായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ എയുടെ സ്ഥാനത്ത് എന്ത് വന്നപ്പോൾ ഈ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫോർമുലയ്ക്കകത്ത് എന്ത് വരും? അങ്ങനൊരു മാറ്റം, അങ്ങനൊരു ചേഞ്ച് നമുക്ക് കൊടുക്കേണ്ടി വരും. therefore for y is equal to e raised to mx, yn is equal to എങ്ങനെ എഴുതാം? m raised to n into എമ്മിനും എന്നിനും ഒന്നും ഒരു മാറ്റവും ഇല്ല, ഏത് മാത്രം മാറിയാൽ മതി? എയുടെ പൊസിഷനിൽ എന്ത് കൊടുക്കുക? ഇ കൊടുക്കുക. therefore m raised to n into e raised to mx into log e the whole raised to n is equal to m raised to n into e raised to mx into log e can be written as 1 raised to n. therefore the formula for calculating the nth derivative of the function y is equal to e raised to mx is m raised to n into e raised to mx. so y is equal to a raised to mx എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് അതിന്റെ എന്ത് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ ഫോർമുല ഇറ്റ് ഈസ് m raised to n into a raised to mx into log a the whole raised to n ആയിരുന്നു. അതിൽ എക്ക് പകരം ഇ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനായ ഇ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ the formula for calculating the nth derivative has changed to yn is equal to m raised to n into e raised to mx. so ഇന്ന് നമ്മൾ പഠിച്ചത് the formulas for calculating the nth derivative of some particular functions, that is ax plus b the whole raised to m, a raised to mx and e raised to mx. ഇനി നമുക്ക് ഈ രണ്ട് ഫോർമുലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൂഫ് അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് തരുന്നതേ ഉള്ളൂ. ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ nth ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ sin of ax plus b d raised to n of dx raised to n. That means nth derivative
d raised to n of dx raised എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? nth ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x, d by dx ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ d raised to n of dx raised to n means nth ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ വേരിയബിൾ x. അപ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 1 വരുമ്പോൾ d by dx ആവും. n-ന്റെ സ്ഥാനത്ത് 2 വരുമ്പോൾ d square by dx square ആകും. n-ന്റെ സ്ഥാനത്ത് 3 വരുമ്പോൾ dq by dx cube ആകും. അങ്ങനെ ജനറൽ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് d raised to n by dx raised to n of the function sin of ax plus b is a raised to n into sin of ax plus b plus n pi by 2. പഠിക്കാൻ എളുപ്പമാണ്. എന്താണ് അവിടുത്തെ ax plus b യുടെ ഡെറിവേറ്റീവ് എന്താണ്? a. അതിൻ്റെ n ടൈംസ്, ദാറ്റ് ഈസ് a raised to n ഇൻറ്റു സൈൻ ഓഫ് ax plus b plus n into pi by n pi by 2. Similarly, the formula for calculating the nth derivative of the function cos ax plus b is a raised to n into cos of ax plus b plus n pi by 2. So, ഇന്ന് നമ്മൾ പഠിച്ച 5 റിസൾട്ടുകളാണ്. The formulas for calculating the nth derivatives of the functions. First one is ax plus b the whole raised to m. Second one is a raised to mx. Third one is e raised to mx. Fourth one is sin ax plus b and fifth one is cos ax plus b. So ഇന്ന് പഠിച്ച ഈ 5 റിസൾട്ടുകളും പ്രൂഫ് ഉണ്ടെങ്കിൽ പ്രൂഫോട് കൂടെ എനിക്ക് 3 ടൈംസ് എഴുതി എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.